ബ്രേക്ക്ഫാസ്റ്റിന് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റവ എടുത്ത കപ്പിന് അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കാരണം നമ്മൾ റവ എടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ റവ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നമ്മളെടുത്ത ചിക്കന് അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നില്ല. നമ്മൾ നേരെ ഇത് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ട് നിന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരെ ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത പാൻ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ഉണ്ടല്ലോ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള വാട്ടിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സവാളൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു തക്കാളിൻ്റെ പീസ് നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കട്ടോ. ഒരു തണ്ട് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ, നന്നായിട്ട് തന്നെ ചൂടാറിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റവ കുറച്ചും കൂടെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ദോശമാവിൻ്റെ കാര്യം ലൂസുണ്ടല്ലോ ആ ലൂസിലായിട്ടാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് റവേൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിലാട്ടത് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിലാണ് വേവിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പകുതി ഭാഗം മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ആദ്യം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ കുഴിയിലും നമുക്ക് കുറേശ്ശായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം. വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫില്ലാക്കി എടുക്കുക. അപ്പോൾ ഇഡ്ഡലി തട്ട് ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് ആവിയിലൊന്ന് കുക്കാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും വേവാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണ്ട അതിൽ നിന്ന് മാറ്റാൻ. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.